لحضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وفي الأعظم سلطان محي الدين عبد القادر الجيلاني قدس الله سره النبي الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. يا غلام. المجلس الثالث عشر 13 يا غلام قدم الآخرة على الدنيا. ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ മുന്തിക്കണം എല്ലാ വിഷയത്തിലും. ഫഇന്നക തുർബിഹുഹുമാ ജമീഅൻ, രണ്ടിലും ലാഭം എടുക്കാൻ കഴിയും. ഇദാ ഖദ്ദംത ദുനിയാ, ദുനിയാവിനെ മുന്തിച്ചു അലൽ ആഖിറത്തി, ആഖിറത്തിനേക്കാൾ, എന്നാൽ ഖസർതഹുമാ, രണ്ടും നഷ്ടപ്പെട്ടു. ജമീഅൻ ഉഖുബതലക കൈഫ ഇസ്തഗൽത, എങ്ങനെ മോനെ നീ ജോലിയാവുക. ബിമാലം തുമർ ബിഹി, എന്നോട് കൽപ്പിക്കാത്ത ഒന്നുകൊണ്ട് എങ്ങനെ ജോലിയാകാൻ പറ്റും? മനസ്സിലായില്ലേ? എങ്ങനെ ജോലിയാകാൻ പറ്റുക? ഇദാലം തസ്തഖിൽ ബിദ്ദുനിയ, ദുനിയാവേ ശരണമെന്നും പറഞ്ഞ് നിൽക്കാതിരുന്നാൽ ഖസറ അമദ്ദക്കല്ലാഹു അസ്സ വജല്ല, അള്ളാഹു തന്നെ സഹായിക്കും. ബിൽ മഅൂനത്തി അലൈഹ, ദുനിയാവിന്റെ മേൽ ഒരുപാട് സഹായങ്ങൾ കൊണ്ട് സഹായിക്കും. വറസഖക തൗഫീഖ, എല്ലാവിധത്തിലുള്ള തൗഫീഖും താഅത്തിന്റെ മേലുള്ള ഖുദ്റത്ത് നിനക്ക് നൽകും. വഖത്തുൽ അഖ്ദി മിൻഹ, ദുനിയാവിൽ നിന്നും പിടിക്കാൻ പറ്റേണ്ട സമയം അത് അള്ളാഹുവിനറിയാം, അന്നേരം നിനക്ക് പിടിക്കാനും പറ്റും. വഇദാ അഖദ്ത മിന്നാ ശൈഅൻ, നീ ദുനിയാവിൽ നിന്ന് ആ സമയത്ത് നീ പിടിച്ചാൽ വളഅത ഫീഹിൽ ബറക്കത്തു, അതിൽ ബറക്കത്തിന് എന്ത് ചെയ്യും? വെക്കപ്പെടുകയും ചെയ്യും. ബറക്കത്ത് കാണാൻ പറ്റുന്ന ഒന്നല്ല, ആസ്വദിക്കാൻ പറ്റുന്ന. ബറക്കത്ത് എന്ന് പറയുന്നത് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്, കാണാൻ പറ്റില്ല. ആടിൽ ബറക്കത്തുണ്ട്, പട്ടിയിൽ ബറക്കത്തില്ല. ആടിൽ ബറക്കത്തുണ്ടായത് കൊണ്ട് ദിവസം എത്രങ്ങാനും മട്ടനെ അടിച്ചു കയറ്റിപ്പോകുന്നതും വെട്ടിപ്പോകുന്നതും, പക്ഷെ എന്നാലും എന്തുണ്ട്, എന്നും മട്ടൻ കിട്ടും. പട്ടിയാണെങ്കിലോ, പട്ടിയിൽ ബറക്കത്തില്ല. ഇമാം പറഞ്ഞ പട്ടി ഒരു പ്രസവത്തിൽ ചിലപ്പോൾ 6-7 കാണും. ആട് പ്രസവിച്ചാൽ 1-2, കൂടിപ്പോയാൽ 4 അല്ലെങ്കിൽ 3. എന്നാലും ആടിന്റെ ഇറച്ചി യഥേഷ്ടം കിട്ടും, പട്ടിയുടെ ഇറച്ചി കിട്ടുന്നില്ല. ബറക്കത്തില്ലാത്ത ജീവിയാണ്. ബറക്കത്തില്ലാത്ത ജീവിയാകാൻ കാരണം സുബഹിക്കുമ്പോൾ എഴുന്നേക്കും ആട്. സ്വർഗത്തിൽ നിന്നും വരുന്ന പരിമസ്വദിച്ച് നിൽക്കും ആട്. പട്ടിയാണ് ആ സമയം വരെ മണ്ടി 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 നടന്നിട്ട് സുബഹിയുടെ സമയം പോയിക്കാൻ തുടങ്ങിക്കളി. അങ്ങനെ ബറക്കത്തില്ലാതെ. ബറക്കത്ത് അങ്ങനെ അൽ മുഅ്മിനു യഅമലു ലിദുന്യാഹു വആഖിറതിഹി, മുഅ്മിൻ ദുനിയാവിനും ആഖിറത്തിനും യഅമലു ലിദുന്യാഹു ബലഗത്തുഹു ബിഖദരി മാ യഹ്താജു ഇലൈഹി യഖ്നഉഹു, ആ ദുനിയാവ് അവന് ആവശ്യമാകുന്ന ഒന്നിലെത്തുമ്പം അവിടെ നിർത്തും. യഖ്നഉ മിൻഹാ കസാദിർ റാകിബ്, വാഹനക്കാരന്റെ ഒരു വാഹനം യാത്ര ചെയ്യുന്ന എത്ര ഭക്ഷണം കൊണ്ടുവന്നോ വാരി ഇറക്കി കൊണ്ടുപോയില്ല. ലാ യഹ്സുനു മിൻഹൽ കസീർ, അതിൽ നിന്ന് കസീറിനെ അവൻ ഹാസിലാക്കുകയില്ല, മതി. അൽ ജാഹിലു, മുഅ്മിനല്ലാത്തവൻ, അവൻ കുല്ലു ഹമ്മിഹി അദ്ദുന്യ, അവന്റെ ഹമ്മ് മുഴുക്ക ദുനിയാവാണ്. പിന്നെ എന്ത് ചെയ്യാ? വൽ ആരിഫു കുല്ലു ഹമ്മിഹി അൽ ആഖിറ, അള്ളാഹുവിനെ അറിഞ്ഞവൻ അവന്റെ ഹമ്മ മുഴുക്കയും ആഖിറവുമാണ്. സുമ്മൽ മൗല, പിന്നെ മൗലയായ അള്ളാഹുവാണ്. അത് ഒരുവിധം ആലിഫീങ്ങളാണ്. ഇനി അള്ളാഹ് അല്ലാത്ത വേറൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ ആഖിറവുമില്ല ദുനിയാവില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അല്ലാഹ്
അൽ ജാഹിലു കുല്ലു ഹമ്മിഹി അദ്ദുന്യ വൽ ആരിഫു കുല്ലു ഹമ്മിഹി അൽ ആഖിറ തുമ്മൽ മൗല ഇദാ ഹസന ബൈന യദൈക റഗീബൻ. ഒരു പത്തിരി കഷണം കിട്ടി, പത്തിരി കിട്ടിയാൽ മിനൽ ദുന്യ ദുനിയാവിന്റെ ഏതെങ്കിലും ഒന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ നിന്റെ നഫ്സ് തന്നോട് തർക്കിക്കും, ശഹവാത്തുകൾ തേടും. ഈ സമയം നീ ചിന്തിക്കണം, ഇലാ മൻ യഖ്ദിറു അലാ കസ്റത്ത്, ഈ നഫ്സിന്റെ ഇച്ഛ ആര് മാറ്റിക്കളയും? മനസ്സിലായില്ലേ? ഈ എന്റെ ഈ ശഹവത്ത് ആരെടുത്ത് കളയും? ദുനിയാവിനെ കണ്ടപ്പോഴത്തേക്ക് ചാടി വീണല്ലോ എന്റെ നഫ്സ് എന്ന് ചിന്തിക്കാൻ അല്പം. فإنه لا فلاح لك حتى تبغض نفسك فتعاديها في جانب الحق عز وجل. റബ്ബിന്റെ ഭാഗത്തിലേക്ക് നോക്കിയിട്ട് നിന്റെ നഫ്സിനോട് നീ പടപൊരുതേണ്ടി വരും, വേണ്ട എന്ന് വെക്കേണ്ടി വരും. ആ സാധനം നഫ്സിനോട് നീ ദേഷ്യം പിടിക്കേണ്ടി വരും. അങ്ങനെയാണ് എന്റെ മേന. അസ്സിദ്ദീഖൂന യഅരിഫു ബഅ്ദുഹും ബഅ്ദൻ, സിദ്ദീഖീങ്ങൾ അവരൊന്നും ബഅ്ദിനെ അറിഞ്ഞവരാണ്. യശുമ്മു കുല്ലു വാഹിദിൻ മിൻഹും റായിഹത്തൽ ഖബൂലി വസ്സിദ്ഖി മിനൽ ആഖർ, മറ്റുള്ളവരിൽ നിന്നും ഖബൂലിന്റെയും സ്വീകാര്യതയുടെയും സിദ്ഖിന്റെയും വാസന അനുഭവിച്ചവരാണവർ. യാ മുഅ്രിദൻ അനിൽ ഹഖ് അസ്സ വജൽ, അസ്സ വജല്ലയായ അല്ലാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനെ, വാനി സിദ്ദീഖീൻ, ഇങ്ങനെയുള്ള വലിയ സച്ചരിതരായ ജനങ്ങളെയും വിട്ട് തിരിഞ്ഞു പോകുന്നവനെ, മിൻ ഇബാദിഹി, നീ തന്നെ മുഖ്ബിരൻ അലൽ ഖൽഖ്, സൃഷ്ടിയുടെ മേൽ മുന്നിട്ടുന്നവനായ നിലയിലും, മുസ്തറക്കൻ ബിഹിം മുസ്തരിക്കൻ ബിഹിം, അവരോട് കൂറാകുന്നവനായ നിലയിലും. മോനെ, ഇതെത്ര നാൾ ഇങ്ങനെ പോകും? ഇലാ മത്ത ഇഖ്ബാലുക അലൈഹിം, അവരുടെ മേൽ നീ മുന്നിട്ട് ചെല്ലൽ എത്ര നാൾ നിൽക്കും? അയ്യു ശൈഇൻ യൻഫഉനക, ഏതൊരു ശൈആ മോനെ നിനക്ക് അവർ പ്രയോജനം ചെയ്തത്? ലൈസ ബിഐദീഹിം ദററുൻ വലാ നഫ്ഉൻ വലാ അത്വാഉൻ വലാ മൻഉൻ, അവരുടെ കയ്യിലല്ലല്ലോ നിന്നെ ദ്രോഹിക്കലോ, നിനക്ക് പ്രയോജനം ചെയ്യലോ, നിനക്ക് നൽകലോ, നിനക്ക് തടയലൊന്നും അവരുടെ കയ്യിൽപ്പെട്ടതല്ല. ലാ ഫർഖ ബൈനഹും വബൈന സായിരിൽ ജമാദാത്ത്, അവരും ഇവിടെ കാണുന്ന നാൽക്കാലികളും ഈ കാണുന്ന വൃക്ഷങ്ങളും എല്ലാം ഒരേപോലെയാണ് മോനെ. ഫീമാ യർജിഉ ഇലൽ ളറർ വൻ നഫ്അ, മനസ്സിലായില്ല? അവരൊന്നും നിന്നെ അങ്ങ് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അൽ മലിക്കു വാഹിദുൻ, രാജാതിരാജൻ ഒരുവനാണ്. അല്ലാഹു വാഹിദുൻ, ളറ ചെയ്യുന്നവനും ഒരുവനാണ്. ളറ ചെയ്യുന്നവൻ ഒരുവനാണ്. അന്നാഫിഉ വാഹിദുൻ, പ്രയോജനം ചെയ്യുന്നവൻ ഒരുവനാണ്. അൽ മുഹർരികു വൽ മുസക്കിനു വാഹിദുൻ, ചലിപ്പിക്കുന്നവനും നിശ്ചലനമാക്കുന്നവനും ഒരുവനാണ്. അൽ മുസല്ലിതു വാഹിദുൻ അൽ മുസഖിറു വാഹിദുൻ അൽ മുഅതി വൽ മാനിഉ വാഹിദുൻ, അടിമപ്പെടുത്തി തരുന്നവനും വഴിപ്പെടുത്തുന്നവനും നൽകുന്നവനും തടസ്സം ചെയ്യുന്നവനെല്ലാം ഒന്നേ ഉള്ളൂ. അൽ ഖാലിഖു വർ റാസിഖ്, ഖാലിഖും റാസിഖും ഹുവല്ലാഹു അസ്സ വജല്ലയാൻ. വൽ ഖദീമുൽ അസലിയുൽ അബദിയു, അവൻ പണ്ടേയുള്ളവനാണ്, എന്നെന്നും ശാശ്വതനാണ്. ഹുവ മൗജൂദുൻ ഖബലൽ ഖബർ, എല്ലാവരും മനസ്സിലായില്ലേ? അങ്ങനെയാണ് നിയമങ്ങളൊക്കെ. ഹുവ മൗജൂദുൻ ഖബ്ല ആബാഇക്കും വഉമ്മഹാതിക്കും വഅഗ്നിയാഇക്കും, നിങ്ങളുടെ മുതലാളിമാരെക്കാളൊക്കെ മുമ്പ് വന്ന മുതലാളി അല്ലാഹുവാണ്. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും മുമ്പെല്ലാം വന്ന അല്ലാഹുവാണ്. ഹുവ ഖാലിഖു സമാവാതി വൽ അർദ് വമാ ഫീഹിന്ന വമാ ബൈനഹുമ, ആകാശഭൂമികളെയും അതിന്റെ ഇടയിലുള്ള ഒന്നിനെ എല്ലാത്തിനെയും പടച്ചവനും അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ത്യജിച്ച്, അല്ലാഹുവിനെ മനസ്സിലായില്ലേ? ശരിഞ്ഞോ? വെറും അല്ലാഹ് എന്ന ചിന്തയിലായിക്കോട്ടെ. മഹാനായ യൂനുസ് റളിയല്ലാഹു അൻഹു അവരുടെ ശൈഖിന് ഖിദ്മത്ത് ചെയ്തു. ജോലി എന്താ? വിറവെട്ടിക്കൊണ്ടുവരാണ്.
സബഖ അംറഹു 30 സന ബിസ്സദിഖ്. ഷെയ്ഖിനോട് 30 കൊല്ലം ഖിദ്മത്തിൽ ജീവിച്ചു. ഹത്താ തബറമ ളഹ്റുഹു മിൻ സിഖലിൽ ഹത്തബ്. വിറക് ചുമന്ന് വന്ന് മൂപ്പരെ നട്ടെല്ലാം വളഞ്ഞുപോയി. വലം മേലുഹർ. എന്നിട്ട് അതൊന്നും വെളിവാക്കിയില്ല. കാന ഷെയ്ഖുഹു നബറലഹു. ഷെയ്ഖ് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ടാവും. ഫദഖല ദാലിക അലാ സായിരി ത്വാലിബ്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, എന്താണ് ഇയാളിങ്ങനെ 10-30 കൊല്ലം കൂടെ തന്നെ നിൽക്കുന്നത്, ഷെയ്ഖിന്റെ മോളെ കെട്ടാൻ ആഗ്രഹം കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ഖാലു ഇന്നഹു യഖ്ദിമു ഷെയ്ഖ അലാ മഹബ്ബത്തി ബിൻതിഹി ഹത്താ തകല്ലമു ഫീ ദാലിക ഷെയ്ഖ്. ആ വിഷയത്തിൽ ഷെയ്ഖിനോടും പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന്. ഷെയ്ഖൊന്നും പറഞ്ഞില്ല. അപ്പൊ ഫലമ്മ അത്താ ബിൽ ഹത്തബ്. വിറകുമായിട്ട് വന്നപ്പോഴേ ആ ചൂടല്ലാത്ത ചൂട് ആയിട്ട് വന്നപ്പോ ഇങ്ങനെ സംസാരിച്ചു ഷെയ്ഖ്. وما تكلموا في حقه فلما أتى بالحطب قال شيخه نعم الحطب المستقيم يا يونس. കുട്ടിയെ നല്ല വിറക്, മുസ്തഖീമായ വിറക് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആ മുസ്തഖീമായ വിറകിന് ഇച്ചിരി പാടുണ്ട് ഷെയ്ഖാണ്, അത് ലാ യലീഖു ബിഹാദൽ ബാബ്. വമാ തകല്ലമു ഫീ ഹഖ്ഖി ലൈസ അലാ വജ്ഹിൻ നിഫാഖ്. കാര്യമായിട്ടങ്ങ് പറഞ്ഞു. بل لما رأوا لهم أنهم لا يتحملون ما يتحمل يونس. എന്താ യൂനുസ് എന്ന മുരീദ് സഹിക്കുന്നതുപോലെ അവർ സഹിക്കില്ല. ഉസ്കില അലൈഹിമെല്ലാം. അപ്പോഴാണ് ഇഷ്കാൽ വന്നത്. فعملوا على حب البنت فسؤال الشيخ أيضا وجواب يونس بهذا الوجه إنما كان لإرشادهم وإزالة شبههم എന്നും പറഞ്ഞു. യൂനുസ് ബാക്കിയുള്ളവർക്ക് മനപ്പാടം, ബാക്കിയുള്ളവർ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മുസ്തഖീമായ വിറക് കിട്ടാൻ ഇച്ചിരി പാടാണ്. അത് ഷെയ്ഖിന് മനസ്സിലായോ? ഇല്ല ഫശേഖു കാന യഅരിഫു അഹ്വാല യൂനുസ വലം യഹ്സുൽ ലഹു സൂഉ ദന്നി മിൻ കലാമിഹി. ഇവരിങ്ങനെ ഫിത്ന ഉണ്ടാക്കിയെങ്കിലും അങ്ങൊന്നും ഉണ്ടായില്ല. അന്നമൻ കാന മുർശിദൻ ലാ യഅരിഫു ഹാലൽ മുരീദി ബികലാമിൽ ഗൈരി ഫിൽ മദീ വദമ്മി. അതല്ല, അങ്ങനല്ലല്ലോ. മുർശിദാകുന്നവൻ എന്താവണം? മുർശിദും ഷെയ്ഖെന്നും പറയുന്നത് ബാക്കിയുള്ളവർ വന്ന് പറയുന്ന അനുസരിച്ച് മുരീദന്മാരെ ഒന്നും ചെയ്യാനും പറ്റില്ല. മുർശിദിനറിയണം മുരീദിന്റെ മുറാദിനറിയണം മുരീദിന്റെ അവസ്ഥകൾ. അല്ലാത്തവന്മാര് മുരീദാവാനും നിൽക്കരുത്, മുറാദാവാനും നിൽക്കരുത്, വേറെ വല്ല പണി നോക്കണം. പിന്നെ മകളെ കെട്ടിച്ചു കൊടുത്തു. എന്തിനാണ് പറഞ്ഞത്? പിന്നെ മറ്റ് മുരീദന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞമ്മൾ കള്ളന്മാരാവണ്ട, ഇനി അവർക്കൊരു വിഷമം ഉണ്ടാവണ്ട. മകളെ കെട്ടിച്ചു. മകളാണെങ്കിൽ വലിയ മകളുവാ. അപ്പൊ കാനത്തിൽ നിന്ന് മത്താ ഖറാഅത്തുൽ ഖുർആൻ യഖിഫുൽ മാ ഫലം യമസ്സുഹാ യൂനുസ് ഇലാ ആഖിരിഹി. യൂനുസ് എന്ന മുരീദ് ഷെയ്ഖിന്റെ മോളെ തൊട്ടൊന്നുമില്ല. ഷെയ്ഖിന്റെ മോള് വലിയ മോളായതുകൊണ്ട് അതൊക്കെ ഒരു അവസ്ഥകളാണ്. ചുമ്മാ അതുകൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങ് മുറിഞ്ഞണങ്ങുമ്പോൾ ഇതെല്ലാം വരും. وقال انا لا اليق بها فللسالك في مرتبه الطبيعه. ആ ഒരു പ്രകൃതിയായ മർത്തബയിൽ യത്റുക മുഖ്തല്ലാഹ വയഖ്തസറ അലാ ഖദ്രിൽ കിഫായ മിനൽ അക്ലി വശുർബി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും. ومن تربيه النفس, നഫ്സിനെ തർബിയത്തിൽ പെട്ടതാണ് യജ്തനിബ അൻ ഹുബ്ബിൽ അംവാൽ വൽ ഔലാദ് ഫഇന്നഹുമാ ഫിത്നത്തുൻ. അതിലൊക്കെ സ്നേഹം വെച്ചാൽ പിന്നെ മക്കളെ സ്നേഹിക്കുന്നതാണ് മോശമല്ല. മക്കളും വേണം, മുതലും വേണം. നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് മുതലുണ്ടെങ്കിൽ പറ്റും. അതാണ് ഈ ഹജ്ജിന്റെ കോലത്തിൽ അങ്ങനത്തെ കോലമുണ്ട്. എല്ലാം വലിച്ചെറിഞ്ഞിട്ടാണല്ലോ നമ്മൾ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് പോകുന്നത്. അള്ളാഹുവിന്റെ ശരീഫ് കാണാൻ പോകുന്നവർ, വേറെ ചിന്തയില്ല. അങ്ങനെയൊക്കെയാണ് അതിന്റെ മക്കാമുകൾ.
അപ്പൊ അല്ലാഹ് അല്ലാത്ത ഒന്ന് കൽബിലുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത വേറൊന്നും ذكر أن أبا القاسم الجنيد البغدادي رضي الله تعالى عنه لما رأوه في وادي الوله ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇങ്ങനെ ഒരു അശ്രദ്ധനായി ഇങ്ങനെ നടക്കും. തന്നു ഒരു ഭാവിച്ചു അന്നവും മരിള ഔ ജുന്നാന്ന് ഫജഅലൂഹു ദാരി ശിഫ ആശുപത്രി കൊണ്ടിട്ടു. ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പിടിച്ച് ആശുപത്രി കൊണ്ടു. ഒരാൾ സന്ദർശിക്കാൻ, ഞാൻ ഓരെ സ്നേഹിക്കുന്ന ആളാണെന്ന് വാദിക്കുന്ന ആളെ സന്ദർശിക്കാൻ ചെന്നു. മന്നെന്തും ആരാ നിങ്ങളെന്ന് ചോദിച്ചു. ഫഖാലു നഹ്നു അഹിബ്ബാഉക, ഞങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരാണ്. ഞങ്ങൾ സ്നേഹിതന്മാരാ നമ്മളെ. കല്ലുവാരി എറിഞ്ഞു കൊടുത്തു ഇങ്ങനെ. അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ നമ്മളെ ഈ രാമനാട്ടുകാരെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് റസാക്കായ റസാക്ക് എന്നാണ് തോന്നുന്നത്. റസാക്ക് അബ്ദുൽ ഖാദർ റസാക്കാണ്. ആ രാമനാട്ടുകാരൊക്കെ ആ തിന്നേൽ ഇങ്ങനെ ഇരിക്കും, അബ്ബാസിയായിട്ട് ഇങ്ങനെ തലമറിച്ചൊക്കെ ഇരിക്കുന്നതാണ്. തലയിൽ മറ്റേ ഈ ഇതിട്ടിട്ട് എന്താ ഈ തലപ്പാവ് ഈ കവർ, പ്ലാസ്റ്റിക് കവറിട്ട്. അത് നമ്മളെ ഉസ്താദിന്റെ മോനൊരു ദിവസം കാണാതെ ഞാനങ്ങനെ ഓരോടത്ത് പോയി പറഞ്ഞു. അപ്പൊ ഞാൻ ഓരെ പറ്റി പണ്ടും കേട്ടിട്ടുണ്ട്, സൂഫിയാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. താരിമി ഉസ്താദ് പറഞ്ഞിട്ട് തന്നെയാണ്. ചെന്ന് നോക്കുമ്പോൾ കാലൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുക, ചികിത്സിക്കാൻ വിളിച്ചാലും പോത്തുമില്ല. അതങ്ങ് ശിവയാവെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞാൻ പറഞ്ഞു മുസ്താന്റെ മോനെ കാണാൻ എന്തും ചെയ്യാം. അപ്പൊ ആ മുസ്താന്റെ മോൻ വലിയ മുതലിസാണ്. ഞാൻ പറഞ്ഞ് മുസ്താന്റെ മോനെ കാണാനില്ല. അപ്പൊ ഞാൻ ചെന്നപ്പം നീ പച്ചിലോടെ മത്തി പിടിച്ചോളാം പറഞ്ഞു. പച്ചിലോ അവിടെ മത്തി ഉണ്ട് പഠിച്ചോണ്ട് പറഞ്ഞു. ഞാനങ്ങനെ മത്തി ഓടിച്ചോണ്ട് കൊടുത്തു. നമുക്ക് 10 രൂപ കൊടുത്ത് മത്തി ഓടിച്ചു. മത്തി ഓടിച്ചോണ്ട് കൊടുത്തു മൂപ്പര്. അപ്പൊ പറഞ്ഞു എനിക്ക് പോയിട്ട് വാ, നാളെ ഇങ്ങോട്ട് വന്നി ഞാൻ നോക്കട്ടെ എവിടെ ഉണ്ടെന്ന്. ഞാൻ എവിടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. താലിസ്ഥാന്റെ വയറിന്റെ ഇടയിൽ മൂപ്പരെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പരെ കാണാൻ ഒരു ആഗ്രഹം വന്ന് പോയതാണ്. ജതുവിന്റെ ഹാലാണ് പോയി. നമ്മളെ ചെന്ന് നമ്മളെ ഇതിനൊക്കെ കൊടുത്തു. രാവിലെ മാറ്റി ഇങ്ങനെ പോയിട്ട് വരാൻ പറ്റും. ഞാനങ്ങനെ രാത്രി എന്ത് ചെയ്ത്, രാത്രി നമ്മളെ പറവൂർ അബൂബക്കർ ഹസനില്ല സക്കാഫിയുടെ പറവൂർ അബൂബക്കറും നേരെ ഒരു പറവൂർ മാസ്റ്റൊക്കെ ഉണ്ടല്ലോ, ആ പറവൂർ കൊണ്ടോട്ടി പറവൂർ അവിടെ അവന്റെ വീട്ടിൽ പോയി കിടന്ന്. പിറ്റേന്ന് രാവിലെ ചെന്നപ്പോൾ ഞാൻ ഇന്നലെ കൊടുത്ത ആ ചാള ഇങ്ങനെ കൂട്ടാൻ വെച്ചിട്ട് അതിങ്ങനെ എങ്ങനെ വിരകിയിട്ട് നല്ല ചൂട് ചായ അതിനകത്ത് ഒഴിച്ചിട്ട് ഈ ചാള മീനും ഇത് കൂടെ ഇങ്ങനെ കുടിക്കാൻ. എന്നോട് ഇത് വേണോ? ഞാൻ എനിക്ക് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഞാനന്ന് കുടിക്കരുതെന്ന് പറഞ്ഞു പലരും. ആരെങ്കിലും എവിടെയെങ്കിലും പോയി മന്ത്രിച്ചെന്നാൽ കുടിക്കരുത്. നമ്മൾ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും പോയി അറിയാൻ വയ്യാതെ പോയി വല്ല മജിദൂബീങ്ങളാന്ന് വല്ലതും മേടിച്ചു കുടിച്ച് പിന്നെ ഇടങ്ങേറാവുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു ദിവസം. അങ്ങനെ സംഭവിച്ചു പോയി. അതൊക്കെ പിന്നെ പറയാം. അനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് വേണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നഫ്സുല്ലമ്മാറത്ത്. നമ്മളിപ്പം ചായയും ഈ ചാളയും കൂടി ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമോ? വരവി ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ തിന്നാണ്. ആ നഫ്സിന്റെ അമ്മാരത്തെല്ലാം എടുത്ത് കളഞ്ഞൊരു കോലത്തിലൊക്കെ ജീവിച്ച അബ്ദുറസാഖെന്നോ അബ്ദുറഹ്മാനെന്നോ എന്താണ് പേര്, ബക്കർക്കാന്ന് എന്തോ ഒരു പേരാണ്. മറാജി ബാബായിക്കുള്ള കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവരോട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു ദിവസം. അപ്പൊ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ജീവിച്ചാൽ കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞ്, അപ്പൊ ഓര് പറഞ്ഞ് ഓൻ ഇവിടെ ഉണ്ടല്ലോ, ഓന്റെ വാപ്പാന്റെ കുടുംബത്തിലുണ്ടോ, അവിടെ അന്വേഷിച്ചാൽ മതി. ഓൻ എറണാകുളത്തുണ്ടെന്നുണ്ട് തോന്നുന്നു. ഓൻ എറണാകുളത്ത് ഓന്റെ വാപ്പയുടെ കുടുംബത്തുണ്ട്. സംഗതി അന്വേഷിക്കുമ്പോൾ ഉസ്താന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഉസ്താന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് ആ ചങ്ങായി. ഇതെങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. രാമനാട്ടുകാരിക്കുന്ന ആൾ ഈ എറണാകുളത്ത് കിടക്കുന്ന ആളിനെ എങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ അല്ലാഹുവല്ലോ.
അങ്ങനെ പിന്നെ കാണാനൊക്കെ പോകും മൂപ്പരടുത്ത്. മൂപ്പര് പറയും അജ്മീറും ഏർവാടിയും എല്ലാം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നൊക്കെ. അവരായിട്ട് സന്ദർശനം ഉണ്ടെന്നായിരിക്കും അള്ളാഹു. പോക്കറാക്കാണ് അവരുടെ പേര്, പോക്കറാക്ക. മറ്റേ മൂപ്പര് ഇവിടെ അവിടെ കൊണ്ട് വളർത്തിക്കാണ് മൂപ്പര്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. എന്തായാലും നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ നെഫ്സിന്റെ അമ്മാർത്തൊക്കെ കുറച്ച് ഒഴിവാക്കി ജീവിക്കാമെന്നായിരിക്കും പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നതിൻ്റെയൊക്കെ അർത്ഥം. ഇഷാറാത്തുകൾ നമുക്ക് പെട്ടെന്ന് തിരിയില്ലല്ലോ, അതാണ് വിഷയം. നമ്മൾ ഇഷാറാത്ത് തിരിയുന്ന കൂട്ടരല്ല, ഒന്നും തിരിയുന്ന കൂട്ടരല്ല. അപ്പൊ ഈ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കാണാൻ കല്ലുവാരി എറിഞ്ഞു കൊടുത്ത്, കല്ലുവാരി എറിഞ്ഞപ്പോൾ അവരെല്ലാം ഒറ്റ പോക്കുപോയി. അപ്പൊ കാലു അവർ അതോ ഭ്രാന്ത് കൂടിയ കളിയാവും, ആശുപത്രി കണ്ടിട്ട് ഭ്രാന്ത് കൂടിയിരിക്കണം. മന്നെന്തും ഫഖാലു നഹ്നു ഹൈബാവും ഫറമാഹും ബിൽ അജാരി ഫഫറൂ മിൻ ഇന്ദി. ഒറ്റ ഓട്ടം ഓടി എല്ലാരും കൂടെ, ഫിറാറൻ പടപട ഓടി. ഇതാ സ്നേഹം, കൊള്ളാം. അങ്ങനെ ഖാലു ഖദ് വലബ അലൈഹിൽ ജുനൂൻ ഫഖാല. അപ്പോഴാണ് ഒരു തദ്ദഊനൽ ഹുബ്ബ ബി അഖ്വാലിക്കും, നിങ്ങളുടെ കൗലിലെ അല്ലടാ നിന്റെയൊക്കെ ഹുബ്ബ്. ഖദ് യക്ദിബുഹാ അഫ്ആലുക്കും, ആ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിനെ കളവാക്കുന്നുണ്ട്. ഫൽ മുഹിബ്ബു, സ്നേഹിതൻ എന്ന് പറയുന്ന ആരാ? മൻ അസറഹു മാ അസാബഹു മിനൽ ഹബീബ്, ഹബീബിൽ നിന്നും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും അതൊക്കെ സഹിക്കുക എന്നതാണ്. മനസ്സിലായോ? ഫലിദാലിക ഖദ് ഉദ്ദ, എണ്ണപ്പെട്ടു അശദ്ദുൽ ബലാഇ ഇൻദൽ അംബിയാഇ വൽ ഔലിയാ, ഔലിയാക്കളുടെയും അംബിയാക്കന്മാരുടെയും അടുക്കലുണ്ടാകുന്ന അശദ്ദുൽ ബലാഇനെ എണ്ണപ്പെട്ടിട്ടുണ്ട്. അലദ്ദു മിനൽ ഹൽവ, അലദ്ദ മിനൽ ഹൽവ, ഹൽവയേക്കാൾ നല്ല മാധുര്യമായിട്ട്. അതുകൊണ്ട് ഫക്സൗ, അവര് വസ്ത്രമെടുത്തത് ഹുലലത്ത് തസ്ലീമി വൽ ഇസ്തിബാർ വവാസു ഫീ ലുജജിൽ മുകാശഫാത്തി വൽ മുശാഹദാത്ത് واستغلوا مع الجنان واللسان بالتوحيد وذكر الملك المنان. അവർക്ക് അതേയുള്ള വേറൊരു പണിയില്ല. ഹത്താ അദ്ദൗ, അവരെണ്ണിക്കളഞ്ഞു അൽ ഇൽത്തിഫാത്ത് ഇലാ ഗൈരിഹി, അല്ലാഹു അല്ലാത്തവരിലേക്കുള്ള ഇൽത്തിഫാത്തിനെ, വലൗ ബി അക്ലി ലുഖ്മത്തിൻ മിനൽ മവാനിഇ. അപ്പൊ അവരെന്ത് ചെയ്തു? കയറിൻ്റെ അടുത്ത് കയറി ഒരൽപ്പം ഭക്ഷണം തിന്നുന്നത് പോലും മാനിയായിക്കൊണ്ടാണ് അവരെണ്ണിയത്. ഫലിദാലിക ഇർതഖൗ ഫിൽ ഫനഇ വൽ ബഖാഇ ഇലാ ഗായത്തിൽ മുബ്തഗി. ഫലമ്മാ ഖാല മൂസാ അലൈഹിസ്സലാം റബ്ബി അരിനി അൻദുറു ഇലൈക്, പടച്ചോനെ ഒന്ന് കാണിച്ചാ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോഴാണ് ഖാല യാ മൂസാ ലൻ തറാനി ഫിൽ ബിസാത്തിൽ ഫാനി, നശിച്ചു പോകുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നിനക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. ഇസ്ബിർ ഹത്താ അജ്അലഹു ബാഖിയാ ഹത്താ തറാനി യാ മൂസാ, നീ ഒന്ന് ക്ഷമിച്ചു നോക്ക്, നിന്നെ ഞാൻ ബാക്കിയാക്കുന്നവനാക്കാം. അങ്ങനെയല്ലേ റഅയ്ത വനമ ശുഐബിൻ അശ്റസിനീന. മനസ്സിലായില്ല? ഇനിയും അങ്ങനെ 10 മാസം ആടിലെത്തിയിട്ട് അത്തുരീദൻ തറാനി ബി ഇബാദത്ത് 40 യൗമൻ, പിന്നെ 40 ദിവസം അങ്ങനെ ഇബാദത്ത് എടുത്തു. ثم اصطفاه واعطاه ما اعطاه فلما رجع الى قومه راى في الطريق الجبل الاعلى, വലിയൊരു പർവ്വതം കണ്ടു. فساله انه متعجبا فقال الجبل, ജബൽ പറഞ്ഞു യാ മൂസ കുന്ത തർഅൽ ഗനമ ഫിയ വഅലാ റഅസിക ഖറൻസുവത്തുൻ വഫി യദിക അസൻ. അന്നേരം നിന്റെ തലയിൽ തൊപ്പിയുണ്ട്, വടിയുണ്ട്. ആ സന്ദർഭത്തിലാണ് നീ എന്നിൽ ആട്ടിനെയൊക്കെ മേയിച്ചത്. فالله الذي اصطفاك برسالته وبكلامه لقد جعلني الأعلى بفضله وإنعامه എന്ത് ചെയ്തു? മല മുസാ നബി അലൈഹി സ്വലാമോട് സംസാരിച്ച ചരിത്രമൊക്കെ. അപ്പൊ ഔലിയാവാൻ വേണ്ടി നടക്കണ്ടെന്ന് പറഞ്ഞതിനർത്ഥം, പെട്ടെന്ന് ഔലിയാവാൻ വേണ്ടി നമ്മൾ നടക്കല്ലോ. ഈ മറ്റേ എന്താണ് ആ കിതാബിന്റെ പേര്? ഈ കിതാബ് ലമാഖുൽ അൻവാറൊക്കെ വരുമ്പം ഷെയ്ഖ് മുരീദിനോട് പറയുന്ന കാണുമ്പം ആൾക്കാർക്ക് ഷെയ്ഖത്തലൈ കിതാബ് ഒതുക്കിയാണ്. ഇപ്പൊ ഷെയ്ഖ് മുരീദ് ആകാമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പെട്ടെന്ന് കിട്ടുന്ന ഒരു പരിപാടിയൊന്നും അല്ല. വേണ്ടാ അല്ലാഹുവേ, സമയം ഇപ്പോഴാ